സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. റീപ്രൊഡക്ഷൻ എന്നാൽ നെക്സ്റ്റ് ജനറേഷനെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ആക്റ്റീവായിട്ട് പങ്കെടുത്ത് അവിടെ ഫ്യൂഷൻ നടന്നിട്ട് നെക്സ്റ്റ് ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കാര്യം വരുമ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഫ്ലവർ, അതിൻ്റെ പൂവ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ, ഒരു പൂവിടുന്ന പ്ലാന്റ്, ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഫ്ലവർ. അവിടെ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കാണാൻ പറ്റും. ഒന്ന് മെയിൽ സ്റ്റേമനും രണ്ടാമത്തത് ഫീമെയിൽ കാർപ്പെൽസും. മെയിൽ സ്റ്റേമൻ, മെയിലിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നതിനെ നമ്മൾ സ്റ്റേമൻ എന്നും ഫീമെയിലിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നതിന് നമ്മൾ കാർപ്പെൽ എന്നും വിളിക്കുന്നു. ഇനി സ്റ്റേമൻ എന്ന് പറയുമ്പോൾ സ്റ്റേമന് നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് ആന്തറും ഒന്ന് ഫിലമെൻറ്റും. ആൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലൊന്ന് സ്ട്രെസ് ചെയ്യുക, അത് മെയിൽ റീപ്രൊഡ്യൂസിങ് പാർട്ടാണ്. പിന്നെ ഉള്ളത് ഒരു സ്ലെൻഡർ പോർഷൻ, ഒരു വള്ളി പോലത്തെ പോർഷൻ ഉണ്ട്, അതിനെ പറഞ്ഞ പേരാണ് ഫിലമെൻറ്റ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലോബ്ഡ് സ്ട്രക്ചർ, ബൈലോബ്ഡ്, രണ്ട് ലോബുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ആന്തർ എന്ന് വിളിക്കുന്നത്. ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുന്നത്, പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പൂമ്പൊടി ഉണ്ടാകുന്നത് ഈ ഒരു ആന്തറിൻ്റെ ഉള്ളിലാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ രണ്ടാമത്തത് ഈ ഒരു സ്ലെൻഡർ, ഈ ഒരു വള്ളി പോലെ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് വിളിക്കുന്നത്. ആ ഒരു വള്ളി പോലെ കാണുന്നതാണ് ഫിലമെൻ്റ്. അപ്പോൾ ഫിലമെൻറ്റും ആന്തറും കൂടി ചേർന്നിട്ടാണ് നമ്മൾ മെയിൽ സ്റ്റേമൻ ഉണ്ടാവുന്നത്. അപ്പോൾ സ്റ്റേമനാണ് ഫ്ലവറിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡ്യൂസിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ. ഫ്ലവറിൻ്റെ ഉള്ളിൽ മെയിൽ റീപ്രൊഡ്യൂസിങ് പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്, അല്ലെങ്കിൽ അവിടെ ആ പങ്ക് വഹിക്കുന്നത് ആരാണ്, മെയിൽ സ്റ്റേമനാണ്. സ്റ്റേമന് രണ്ട് ഭാഗങ്ങളുണ്ട്, ആന്തറും ഫിലമെൻറ്റും. ഒരിക്കലും മറന്നു പോകരുത്, ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. MCQ ആണെങ്കിലും ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു ഫ്ലവറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫ്ലവറിൻ്റെ മെയിൻ ഭാഗം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ അതിൻ്റെ ശിഖരവുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് നമ്മൾ പെഡീസെൽ എന്ന് വിളിക്കുന്നത്. പെഡീസെൽ, അതായത് ഏറ്റവും താഴെ ഒരു ഫ്ലവറിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പെഡീസെൽ എന്ന് വിളിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ നമുക്കിവിടെ താഴെ കാണാൻ പറ്റും ഈ ഒരു വള്ളി പോലെ കാണുന്ന ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു മൊട്ട് പോലെ കാണുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ പെഡീസെൽ എന്ന് വിളിക്കുന്നത്. ഒരു ഫ്ലവർ അതിൻ്റെ ബ്രാഞ്ചുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ പെഡീസെൽ എന്ന് വിളിക്കുന്നത്. ആ ഒരു കണക്ഷൻ ഇല്ലാത്ത ഫ്ലവറും കാണും അല്ലേ. അപ്പോൾ ഒരു കണക്ഷൻ ഉള്ള ഫ്ലവറും കാണും, കണക്ഷൻ ഇല്ലാത്ത ഫ്ലവറും കാണും. കണക്ഷൻ ഉള്ള ഫ്ലവറിനെ, പെഡീസെൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഫ്ലവറിനെ നമ്മൾ പെഡിസെലേറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. പെഡീസെൽ ഉള്ളതിനെ നമ്മൾ പെഡിസെലേറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. അതായത് പെഡീസെൽ അവിടെ പ്രസൻ്റ് ആണ്, പെഡിസെലേറ്റ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. അതിനെ നമ്മൾ പെഡീസെൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഫ്ലവറിനെ നമ്മൾ പെഡിസെലേറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. ഇനി പെഡീസെൽ ആബ്സെൻ്റ് ആണ്, പെഡീസെൽ ഇല്ലാണ്ട് ഫ്ലവർ അല്ലാണ്ട് പെഡീസെലിൻ്റെ പ്രസൻസ് ഇല്ലാതെയാണ് ആ ഒരു ബ്രാഞ്ചിൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സെസൈൽ ഫ്ലവർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സെസൈൽ ഫ്ലവറും പെഡിസെലേറ്റ് ഫ്ലവറും രണ്ട് വാക്കുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പെഡിസെലേറ്റ് ഫ്ലവറും സെസൈൽ ഫ്ലവറും. പെഡിസെലേറ്റ് എന്ന് പറഞ്ഞാൽ പെഡീസെൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഫ്ലവറാണ് പെഡിസെലേറ്റ് ഫ്ലവർ. പെഡീസെൽ ആബ്സെൻ്റ് ആയിരിക്കുന്ന ഫ്ലവറിനെ നമ്മൾ സെസൈൽ ഫ്ലവർ എന്ന് വിളിക്കും. ഇനി പെഡീസെല്ലിൻ്റെ ഏറ്റവും ടിപ്പിനെ, പെഡീസെല്ലിൻ്റെ തുമ്പിനെ നമ്മൾ തലാമസ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മളൊരു മനുഷ്യ ശരീരം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും മുകളിലത്തെ പോർഷനാണ് നമ്മളുടെ തല അല്ലേ. ആ ഒരു തലയെ നമ്മൾ തലാമസ് എന്ന് തലയെന്ന് പറയില്ലേ, അതുപോലെ പെഡീസെല്ലിൻ്റെ ഏറ്റവും ടിപ്പിനെ നമുക്ക് തലാമസ് എന്ന് വിളിക്കാം. നമുക്ക് തല ഉള്ളതുപോലെ പെഡീസെല്ലിന് ഒരു ടിപ്പുണ്ട്, ആ ടിപ്പിൽ നമുക്ക് തലാമസ് എന്ന് വിളിക്കാം. തലാമസിനെയാണ് നമ്മൾ, പെഡീസെല്ലിൻ്റെ ടിപ്പിനെയാണ് നമ്മൾ തലാമസ് എന്ന് പറയുന്നത്. ഇനി തലാമസ് കൂടാതെ നമ്മൾ അതിനെ വേറെ രണ്ട് പേര് കൂടി ഇട്ട് പറയും, റിസെപ്റ്റക്കിൾ എന്നും ടോറസ് എന്നും. റിസെപ്റ്റക്കിൾ എന്നും ടോറസ് എന്നും പറയുന്നത് നമ്മുടെ ഈ ഒരു പെഡീസെല്ലിൻ്റെ ടിപ്പിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് വാക്കുകൾ, തലാമസ്, റിസെപ്റ്റക്കിൾ, ടോറസ്, ഈ മൂന്ന് വാക്കുകൾ നമ്മൾ കേട്ടാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. പെഡീസെല്ലിൻ്റെ ടിപ്പിനെയാണ് നമ്മൾ ഈ തലാമസ്, റിസെപ്റ്റക്കിൾ, ടോറസ് എന്നീ മൂന്ന് വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുന്നത് പെഡീസെല്ലിൻ്റെ ടിപ്പിനെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും, കാരണം മൂന്ന് പേരുള്ള ഒരു
ഭാഗം, ഒരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെസെപ്റ്റക്കിൾ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടോറസ് എന്താണെന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ തലാമസ് എന്ന് പറയാം, തലാമസിൻ്റെ വേറെ 2 പേരെന്താണെന്ന് ചോദിക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മളവിടെ പ്രതീക്ഷിക്കണം. അപ്പോൾ തലാമസിൻ്റെ വേറെ 2 പേരുകളാണ് റിസെപ്റ്റക്കിൾ എന്നും ടോറസ് എന്നും. റിസെപ്റ്റക്കിൾ, ടോറസ്, തലാമസ് എന്താണ്? ഈ 3 വേർഡുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ പെഡിസെല്ലിന്റെ ടിപ്പിനെയാണ് ഈ 3 വാക്കുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഒരു ഫ്ലവറിന്റെ ലെയേഴ്സ് അല്ലെങ്കിൽ ഫ്ലവറിന്റെ വേൾസിനെ പറ്റി പഠിക്കാം. എന്താണ് വേൾ? വേൾ എന്ന് പറയുമ്പോൾ, വേൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യമാണ് അത് ഫ്ലവറിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ലെയർ എന്ന് പറയുന്നത് പോലെ ഫ്ലവറിന്റെ ലെയേഴ്സിന് നമ്മൾ വേൾ എന്നാണ് വിളിക്കുന്നത്. WHORL, വേൾ. വേൾ എന്ന് പറഞ്ഞാൽ ഫ്ലവറിന്റെ ലെയേഴ്സിനെയാണ് വേൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 ഭാഗങ്ങളാണ്: ഗൈനീഷ്യം, ആൻഡ്രീഷ്യം, കൊറോള, കാലിക്സ്. 4 ഭാഗങ്ങളാണ്: ഗൈനീഷ്യം, ആൻഡ്രീഷ്യം, കൊറോള, കാലിക്സ്. ഈ 4 ഭാഗങ്ങളാണ് ഫ്ലവറിൻ്റെ വേൾസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും താഴെ നിന്ന് നോക്കാം. അതായത് കാലിക്സിന് മുകളിലേക്ക്, ഗൈനീഷ്യം വരെ, അങ്ങനെ താഴ്ന്ന് മുകളിലേക്ക് നോക്കാം. കാലിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വേളാണ്. ഒരു ഫ്ലവർ എടുക്കുമ്പോൾ, ഒരു പൂവ് എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന, ഏറ്റവും പുറമേ കാണുന്ന വേൾ അല്ലെങ്കിൽ ലെയറിനെയാണ് നമ്മൾ കാലിക്സ് എന്ന് വിളിക്കുന്നത്. ഫ്ലവറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഫ്ലവറിൻ്റെ ലെയർ എന്ന് പറയില്ല. ആ ലെയറിന് പകരമാണ് നമ്മൾ വേൾ എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ലെയർ പറയില്ല, നമ്മൾ വേൾ ആണ് പറയുന്നത്, ഫ്ലവറിൻ്റെ വേൾസ്. അപ്പോൾ ഒരു പൂവ് എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കാണുന്ന, ഏറ്റവും പുറമേ കാണുന്ന വേളിനെയാണ് നമ്മൾ കാലിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ കാലിക്സ് കൊണ്ട് പറയുന്നത്. കാലിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേ കാണുന്ന, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന ലെയറാണ് കാലിക്സ്. രണ്ടാമത്തത് കൊറോള. കൊറോള എന്ന് പറഞ്ഞാൽ കളേർഡ് ആയിട്ടുള്ള, കുറച്ച് വലുതായിട്ട് കാണുന്ന വേളിനെയാണ് നമ്മൾ കൊറോള എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾ എന്നാണ് പറയുന്നത്. അതായത് പൂവിൻ്റെ ഇതള്, നമ്മളൊരു ചെമ്പരത്തി പൂ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കപ്പ്, നമുക്കൊരു ഗ്രീൻ കളർ കപ്പ് കാണാൻ പറ്റും. അതിന് നമ്മൾ കാലിക്സ് എന്ന് വിളിച്ചു, അതിനെ നമ്മൾ അടർത്തി മാറ്റി വെച്ചു. അടുത്ത് നമുക്ക് കൊറോളയുണ്ട്. കൊറോള എന്ന് പറയുമ്പോൾ അതിൻ്റെ കളേർഡ് ആയിട്ട് ചുമന്ന ഇതളുകൾ, അതിൻ്റെ പെറ്റൽസ് ഉണ്ട് അല്ലേ, ആ ഒരു ഇതിനെയാണ് നമ്മൾ, ആ ഒരു പെറ്റൽസിനെയാണ് നമ്മൾ കൊറോള എന്ന് പറയുന്നത്. മൂന്നാമത്തത് ആൻഡ്രീഷ്യമാണ്. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ തന്നെ ആൻഡ്രീഷ്യൻ, ആൻഡ്രീഷ്യം, ആണ്, അതായത് മെയിൽ ഭാഗമാണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. ഫ്ലവറിൻ്റെ മെയിലായിട്ട് ആൻഡ്രീഷ്യം. നമ്മൾ നേരത്തെ സ്റ്റേമനൊക്കെ കണ്ടില്ലേ, ഈ സ്റ്റേമൻ എല്ലാം പ്രസൻ്റ് ആയിട്ടുള്ള, അതിനെ മൊത്തത്തിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് വിളിക്കുന്നത്. ആൻഡ്രീഷ്യം എന്ന് കേൾക്കുമ്പോൾ, ആൻഡ്രീഷ്യം ആണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മിക്കുക അതെന്താണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, അല്ലെങ്കിൽ മെയിൽ ഭാഗമാണ് ആൻഡ്രീഷ്യം. മെയിൽ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുക. മെയിൽ ഭാഗത്തിനെയാണ് നമ്മൾ മെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ ആണ് എന്ത്, ആൻഡ്രീഷ്യം. നെക്സ്റ്റ് ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ പാർട്ടാണ് ഗൈനീഷ്യം. നമ്മൾ നേരത്തെ പിസ്റ്റിലൊക്കെ കണ്ടില്ലേ, ആ പിസ്റ്റിലെല്ലാം പ്രസൻ്റ് ആയിരിക്കുന്ന ആ മൊത്തത്തിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഗൈനീഷ്യം എന്ന് പറഞ്ഞത്. ഇപ്പം സുവോളജിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഫീമെയിൽസിനെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു പറയല്ലേ, അതേപോലെ ആലോചിക്കുക. ഫീമെയിലിനെയാണ് നമ്മൾ ഗൈനോ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണെന്ന് നമ്മൾ മനസ്സിൽ, അപ്പോൾ തന്നെ നമുക്ക് ആ മനസ്സിൽ ആ ഒരു ഇത് വരണം. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ പാർട്ടാണ്. ഫീമെയിൽ പാർട്ട് എല്ലാം പ്രസൻ്റ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ ഗൈനീഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയം എന്താണെന്ന് നോക്കണം. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പോളൻ ഗ്രെയിൻസിനെ പറ്റി പറഞ്ഞു അല്ലേ, അതായത് സ്റ്റേമൻ്റെ ഉള്ളിൽ നിന്നാണ് മെയിൽ ഗ്യാമീറ്റ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. മെയിൽ റീപ്രൊഡ്യൂസിങ് പാർട്ടാണ് സ്റ്റേമൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അതിനകത്ത്, അതായത് ആ ഒരു ആന്തർ എന്ന് പറയുന്ന ലോബിനെ പറ്റി പറഞ്ഞു അല്ലേ, അതെല്ലാം മെയിൽ ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടാണ് ആന്തർ. അപ്പോൾ ഈ ഒരു ആന്തറിൻ്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നതിന് മുന്നേ പോളൻ ഗ്രെയിൻസ് മൈക്രോ സ്പോർട്സ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ മൈക്രോ സ്പോർട്സ് ആയിട്ട് കാണുന്ന ആ ഒരു മൈക്രോസ്പോർട്സ് പ്രസൻ്റ് ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും. മൈക്രോസ്പോർ പ്രസൻ്റ് ആയിരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയം എന്താ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്പം തന്നെ ആലോചിക്കുക
മൈക്രോസ്പോർ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മൈക്രോസ്പോർസ് എവിടെ ഇരിക്കുന്നോ ആ ഒരു സ്ഥലത്തെ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് വിളിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം, ഈ ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ഈ ഒരു ഇത് കണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മൈക്രോസ്പൊറാഞ്ചിയത്തിന് നമുക്ക് കുറച്ച് ലെയേഴ്സ് കാണും, കുറച്ച് വാള് കാണും, അതായത് ഭിത്തി ഉണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിനകത്ത് മൈക്രോസ്പോർസ് ഇരിക്കുമല്ലേ, അപ്പോൾ അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് ലെയേഴ്സ് ഉണ്ട്. ആ ഒരു ലെയേഴ്സിൽ ആദ്യമേ പുറമേ കാണുന്ന ലെയർ, ഈ ഒരു പുറമേ കാണുന്ന ലെയർ, ഇവിടുത്തെ ഈ ഒരു 4 ലെയറിനെയാണ് നമ്മൾ, അതിൻ്റെ ഒരു അനാട്ടമിയാണ് ഇവിടെ ഇപ്പുറത്തേക്ക് കാണിക്കുന്നത്. ഈ ഫിഗർ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇതിൻ്റെ ജസ്റ്റ് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുതായിട്ട് ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു അനാട്ടമിക്കൽ ഫിഗർ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ലെയറാണ് എപ്പിഡെർമിസ്. ഏറ്റവും പുറമേ കാണും. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേ കാണുന്ന ലെയറാണ്, ഔട്ടർ ലെയറാണ്. അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുറമേ പ്രസൻ്റ് ആയിരിക്കുന്ന ലെയറിനെയാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. എപ്പി എന്ന് പറയുമ്പോൾ പുറത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേ കാണുന്ന വാൾ ലെയറാണ് എപ്പിഡെർമിസ്. രണ്ടാമത്തത് എൻഡോതീഷ്യം. എൻഡോതീഷ്യം എന്ന് പറഞ്ഞാൽ എൻഡോ എന്ന് പറയുമ്പോൾ എൻഡോഡെർമിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കുറച്ച് അകത്തേക്ക്, അതായത് എപ്പിഡെർമിസിന് തൊട്ട് താഴെ ഇരിക്കുന്ന ലെയറാണ് എൻഡോതീഷ്യം. എൻഡോതീസിയം എന്ന് തന്നെ പഠിക്കുക. എപ്പിഡെർമിസിന് തൊട്ട് താഴെ കാണുന്ന ലെയറാണ് എൻഡോതീസിയം. ഇനി എൻഡോതീസിയത്തിനും അകത്തായിട്ട് നമുക്ക് ഒരു ലെയർ കാണാൻ പറ്റും. അതിനെ പറഞ്ഞ പേരാണ് മിഡിൽ ലെയർ, അതായത് നടുക്കുള്ള. മിഡിൽ എന്ന് പറയുമ്പോൾ നടുക്കാണെന്ന് അറിയാമല്ലോ, അപ്പം നടുക്കത്തെ ലെയറാണ് മിഡിൽ ലെയർ. ഏറ്റവും അകത്ത് കാണുന്ന ലെയർ ടപ്പീറ്റം. ഈ 4 വാക്കുകൾ കേൾക്കുമ്പോൾ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള 4 വാക്കുകളാണ്. എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. അങ്ങനെ 4 ലെയേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന, ഏറ്റവും പുറമേ കാണുന്നതിനാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും പുറമേ കാണുന്നതിനെയാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് വിളിക്കുന്നത്. അതിന് തൊട്ടകത്തായിട്ടുള്ള ലെയറിനെ നമ്മൾ എൻഡോതീസിയം എന്ന് വിളിക്കും. അതിന് അകത്ത് കാണുന്നതിന് നമ്മൾ എൻഡോതീസിയം എന്ന് വിളിച്ചു. എൻഡോതീസിയം കഴിഞ്ഞ് അകത്തേക്ക് ഇരിക്കുന്നത് മിഡിൽ ലെയേഴ്സ്. നമുക്കിവിടെ 2-3 ലെയേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെയേഴ്സിനെല്ലാം നമ്മൾ പറയുന്നതാണ് മിഡിൽ ലെയർ. പിന്നെ അടുത്തത് ടപ്പീറ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉള്ളിൽ കാണുന്നത്, അതായത് ആ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ലെയറാണ് ടപ്പീറ്റം. അപ്പോൾ ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയർ ആയതുകൊണ്ട് തന്നെ ടപ്പീറ്റത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. ആ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഈ ഒരു ന്യൂക്ലിയസ് ഒക്കെ ഉള്ള ഈ ഒരു ഇവിടെയാണ് നമുക്ക് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ അകത്ത് കാണുന്ന ഈ ന്യൂക്ലിയസ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കുന്ന ഈ അകത്ത് കാണുന്ന ഈ പോർഷനിലാണ് മൈക്രോസ്പോർസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോസ്പോർസിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ആഹാരങ്ങൾ കൊടുക്കുക, ഇതൊക്കെയാണ് ഈ ടപ്പീറ്റം ചെയ്യുന്ന ജോലി. ടപ്പീറ്റത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന മൈക്രോസ്പോർസിന് വേണ്ട ന്യൂട്രിയൻസും വേണ്ട ആഹാരവും എല്ലാം കൊടുത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുത്തുക എന്നതാണ് ടപ്പീറ്റത്തിൻ്റെ ജോലി. അപ്പോൾ ആ ഒരു ടപ്പീറ്റത്തിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാനുണ്ട്. ദ ഇന്നർമോസ്റ്റ് ലെയർ ഈസ് ടപ്പീറ്റം which is multinucleated with dense cytoplasm which nourishes the developing pollen grain. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യുവാണെങ്കിൽ, മലയാളത്തിലാക്കിയിട്ട് നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും അകത്ത് കാണുന്ന ലെയറാണ് ടപ്പീറ്റം. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, അതായത് ഒരു ന്യൂക്ലിയസ് അല്ല പല ന്യൂക്ലിയസ് കാണാൻ പറ്റും ടപ്പീറ്റത്തിനകത്ത്. ടപ്പീറ്റത്തിൻ്റെ സെല്ലിനകത്ത് ആ ഒരു ടപ്പീറ്റം വളർന്നു വരുന്ന മൈക്രോസ്പോർസിന് വേണ്ട രീതിയിലുള്ള നറിഷ്മെന്റ് എന്ന് വെച്ചാൽ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് ആവശ്യത്തിന് ഒരു വെള്ളമൊക്കെ കൊടുത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ ഇരുത്തുന്ന ലെയറാണ് ടപ്പീറ്റം. ഇനി മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് കുറച്ച് ഹോമോജീനസ് ടിഷ്യൂസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഹോമോജീനസ് ടിഷ്യൂ എന്ന് വെച്ചാൽ ഇതിനകത്ത് കാണുന്ന ലെയേഴ്സ് എല്ലാം, അതായത് ഈ ഒരു സെല്ലില്ലേ, ഇതെല്ലാം ഒരേപോലത്തെ സെല്ല് കൊണ്ട് മേഡ് ചെയ്തേക്കുന്ന ടിഷ്യൂ ആണ്. ഒരേപോലത്തെ സെല്ല് മാത്രമേ അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോമോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും സെൻറ്ററിൽ കാണുന്ന ആ ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഹോമോജീനസ് ടിഷ്യൂസ് ആണ്. ഹോമോ എന്ന് വെച്ചാൽ, ഹോമോ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഒരേപോലെയാണ്. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ്, ഒരേപോലുള്ള
ടിഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹോമോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞത്. ഹോമോജീനസ് ടിഷ്യൂ പ്രസന്റ് ആയിരിക്കുന്ന എവിടെയാണ്? മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സെന്ററിലാണ് ഹോമോജീനസ് ടിഷ്യൂസ് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് മൈക്രോസ്പോർസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് മൈക്രോസ്പോർസ്? ഞാൻ നേരത്തെ പറഞ്ഞു, മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ കാണുന്ന സെൽസ് ആണ്, അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാവുന്ന സ്പോർസ് ആണ് മൈക്രോസ്പോർസ്. ഈ മൈക്രോസ്പോർസ് ആണ് വലുതായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് എന്തായി മാറുന്നത്? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. ഈ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗ്യാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു കണക്ഷനുള്ള സംഭവമാണ്. അതായത് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് പോളൻ ഗ്രെയിൻ ആവും. ഈ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗ്യാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോർമേഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മൈക്രോസ്പോർസ് നേരത്തെ പറഞ്ഞല്ലോ ഹോമോജീനസ് ടിഷ്യൂ ആണ്, എന്താണ് മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിൽ ഹോമോജീനസ് ടിഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ഒരു ഹോമോജീനസ് ടിഷ്യൂ അവിടെ ഞാൻ ന്യൂക്ലിയസിൻ്റെ കാര്യമെല്ലാം കാണിച്ചു തന്നില്ലേ? ആ ഒരു ന്യൂക്ലിയസ് എല്ലാം ഉള്ള സെൽസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മൈക്രോസ്പോർസ് ഡെവലപ്പായിട്ട് വരുന്നത്. അപ്പോൾ ആ മൈക്രോസ്പോർസിന് വേണ്ട ആഹാരം എല്ലാം കൊടുക്കുന്ന ആരാണ്? തപ്പീറ്റമാണ് കൊടുക്കുന്നതെല്ലാം പറഞ്ഞു വെച്ചു. അപ്പോൾ ഇനി ആ ഒരു സ്പോർ മദർ സെല്ലിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് അതിൻ്റെ ആ ഒരു സെല്ലിൽ നിന്ന്, അതിനെ പ്രീവിയസ് ഫോമിലുള്ള സെല്ലിൽ നിന്ന് കുഞ്ഞു മൈക്രോസ്പോർസ് ഉണ്ടായി വരുന്നതിനെ നമ്മൾ എന്ത് പറയും? ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജെനസിസ്. വാക്ക് കുറച്ച് വലുതാണെങ്കിലും അതിനെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ മീനിങ് ആണ്. മൈക്രോസ്പോറോജെനസിസ് എന്ന് വെച്ചാൽ, ജെനസിസ് എന്ന് വെച്ചാൽ ജനിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരിക, അല്ലെങ്കിൽ എന്താണ് ലാർജ് ഫോമിൽ നിന്ന് സിംപ്ലർ ഫോമിലേക്ക് വരിക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്ന പോലെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മൈക്രോസ്പോർ മദർ സെൽ, അതായത് അതിൻ്റെ ആ ഒരു ഏർലി ഫോമിൽ നിന്ന് ചെറിയ കുഞ്ഞ് പുതിയ മൈക്രോസ്പോർസ് ഉണ്ടാവുന്ന പ്രക്രിയയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് വിളിക്കുന്നത്. മൈക്രോസ്പോറോജെനസിസ് എന്ന് വെച്ചാൽ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന്, അതിൻ്റെ അമ്മയിൽ നിന്ന് കുഞ്ഞുണ്ടാവുക. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതെല്ലാം, അതായത് മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർസ് ഉണ്ടാവുന്ന ഡിവിഷനെ നമ്മൾ മിയോസിസ് ഡിവിഷൻ എന്ന് പറയും. മിയോസിസ് ഡിവിഷൻ വഴിയിട്ടാണ് മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് എന്തുണ്ടാവുന്നത്? മൈക്രോസ്പോർസ് ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഓരോ ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറി മാറി പോകുന്നതെന്ന് കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്ന ആ ഒരു മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറഞ്ഞാൽ 4 സെല്ലുള്ള ഫോമിനെയാണ് നമ്മൾ ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. അതായത് 1, 2, 3, 4 സെല്ലുള്ള ആ ഒരു ഫോമിനെയാണ് നമ്മൾ ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. ആ ഒരു 4 സെല്ലിൽ നിന്ന് നമുക്ക് എന്താ ഉണ്ടാവുന്നു? മൈക്രോസ്പോർസ് ഉണ്ടാവുന്നു. മൈക്രോസ്പോർസ് പിന്നെ ഡെവലപ്പായിട്ട് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നു. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പോർസിൽ കാണുന്നത്. ഇനി ഇവിടെ കാണുന്ന ഒരു ഫിഗറിനകത്ത് ഈ ഒരു മൈക്രോസ്പോർസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ വാക്യൂൾ പ്രസൻ്റ് ആണ്. വാക്യൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും കാണില്ല, വാക്യൂം ആയിരിക്കും, പ്രത്യേകിച്ച് ഒന്നും കാണില്ല, എയറോ സബ്സ്റ്റൻസോ ഒന്നും കാണില്ല, ജസ്റ്റ് 2 ഹോൾസ് മാത്രമായിരിക്കും. ആ ഹോൾസിനെയാണ് നമ്മൾ വാക്യൂൾ എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു ന്യൂക്ലിയസും കാണും. ന്യൂക്ലിയസും ഉള്ള ഒരു സെല്ലാണ് മൈക്രോസ്പോർ ഉള്ളത്. ഇനി ഇവിടെ നിന്ന്, അതായത് 4 സെല്ലുള്ള മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്ന് മൈക്രോസ്പോർ ടെട്രാ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 4 സെല്ലുള്ള മൈക്രോസ്പോർസിനെ നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കുന്നു. ഈ ഒരു മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന ആ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു മൈക്രോസ്പോർ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ഓരോ മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്ന് മൈക്രോസ്പോർസ് ഉണ്ടാകുന്നു. ഡീഹൈഡ്രേഷൻ എന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളം ചോർന്നു പോവുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം എല്ലാം പോയതിന് ശേഷം ഈ ഓരോ 4 സെല്ല്, 1, 2, 3, 4, ഈ 4 സെല്ലും 4 മൈക്രോസ്പോർസ് ആയിട്ട് മാറുന്നു. ഈ മൈക്രോസ്പോർസ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നു. ഇനി എന്താണ് പോളൻ ഗ്രെയിൻ എന്ന് പഠിക്കണം. പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു ചെമ്പരത്തിപ്പൂ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടിപ്പിൽ കാണുന്ന ആ ഒരു മഞ്ഞ കളർ പൂമ്പൊടി, അതിന് നമ്മൾ പോളൻ ഗ്രെയിൻ, അതല്ല പോളൻ ഗ്രെയിൻ, ആ ഒരു മഞ്ഞ കളറ് ആ ഒരു സബ്സ്റ്റൻസിൻ്റെ അകത്തിരിക്കുന്നതിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ പൂമ്പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് പോളൻ ഗ്രെയിനെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ മഞ്ഞ സാധനത്തിൻ്റെ ഉള്ളിൽ കാണുന്നതിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഒരു പോളൻ ഗ്രെയിനിൻ്റെ ഫിഗറാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ
നമ്മളതിനെ വലിയൊരു ഫിഗറാണ് കൊടുത്തേക്കുന്നത്. പോളൻ ഗ്രെയിൻ ശരിക്കും പറഞ്ഞാൽ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് പോളൻ ഗ്രെയിനെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോളൻ ഗ്രെയിൻ, അതായത് മൈക്രോസ്പോറിൽ നിന്ന് ഡെവലപ്പായി വന്ന പോളൻ ഗ്രെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് 2 ലെയേഴ്സ് കാണാൻ പറ്റും. 2 ലെയേഴ്സ്, അതായത് ആ ഒരു പോളൻ ഗ്രെയിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് 2 ലെയേഴ്സ് ഉണ്ട്. ആ 2 ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സൈൻ ആണ്. എക്സൈൻ എന്ന് പറയുമ്പോൾ എക്സിറ്റ് എന്ന് നമ്മളൊന്ന് മനസ്സിലൊന്ന് വിചാരിക്കുക. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കെന്നാണ്. അപ്പോൾ എക്സൈൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന എന്ന് നമ്മൾ ഉദ്ദേശിക്കണം. നമ്മൾ ഉദ്ദേശിക്കണം എന്നല്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എക്സിറ്റ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോവുക എന്നല്ലേ. അപ്പോൾ എക്സൈൻ എന്ന് പറയുമ്പോൾ പുറത്ത് കാണുന്ന ഏറ്റവും ഔട്ടർ ലെയറിനെയാണ് നമ്മൾ എക്സൈൻ എന്ന് വിളിക്കുന്നത്. എക്സൈൻ്റെ ഫിഗർ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു പച്ച കളറിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ലെയർ ആണ് നമ്മൾ എക്സൈൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇൻറ്റൈൻ ആണ്. ഇൻറ്റൈൻ എന്ന് പറയുമ്പോൾ അകത്ത്. ഇൻഡസ്റ്റൈൻ എന്ന് നമ്മൾ പറയില്ലേ, അകത്ത് കാണുന്ന. ഇൻറ്റൈൻ എന്ന് പറയുമ്പോൾ അകത്ത്. എക്സിറ്റ് പുറത്താണെങ്കിൽ ഇൻറ്റൈൻ അകത്തേക്കെന്നാണ്. അപ്പോൾ അകത്ത് കാണുന്ന ലെയർ, ഇന്നർ വാളിനെയാണ് നമ്മൾ ഇൻറ്റൈൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ 2 വാൾ ലെയേഴ്സ് പറഞ്ഞു, എക്സൈനും ഇൻറ്റൈനും. ഔട്ടർ മോസ്റ്റ് എക്സൈനും ഇന്നർ മോസ്റ്റ് ഇൻറ്റൈനുമാണ്. ഇനി എക്സൈനെ പറ്റി നമുക്ക് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എക്സൈൻ്റെ ഫംഗ്ഷൻ എന്താണ്, എക്സൈൻ കൊണ്ട് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ത് ഹെൽപ്പ് എന്താണ്, എക്സൈൻ എന്ത് ഹെൽപ്പാണ് പോളൻ ഗ്രെയിൻസിന് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എക്സൈനിൽ ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നേച്ചറിൽ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് കൊണ്ടാണ് ഈ ഒരു എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു സബ്സ്റ്റൻസിൻ്റെ പേരാണ് സ്പോറോപോളിനിൻ. എന്താണ്? സ്പോറോപോളിനിൻ. നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സ്പോറോപോളിനിൻ എന്ന് പറഞ്ഞാൽ, അതായത് സ്പോർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മൈക്രോസ്പോർ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞൊരു സബ്സ്റ്റൻസ് ആണ്. നമുക്ക് ഏറ്റവും കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മൾ സ്പോർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്പോറിനെ കവർ ചെയ്തിരിക്കുന്ന പോളിത്തീൻ ബാഗ് പോലെ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, ഓർഗാനിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് സ്പോറോപോളിനിൻ. സ്പോറോപോളിൻ ഒരിക്കലും മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോളൻ ഗ്രെയിൻ പഠിക്കുമ്പോൾ, പോളൻ ഗ്രെയിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആവർത്തിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് സ്പോറോപോളിനിൻ, എന്താണ് സ്പോറോപോളിനിൻ്റെ ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ ഹാർഡായിട്ടുള്ള ഔട്ടർ ലെയറിനെയാണ് നമ്മൾ സ്പോറോപോളിൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്പോറോപോളിനിൻ ഈ പോളൻ ഗ്രെയിൻസ് ഇപ്പോൾ കാറ്റത്തൊക്കെ പറന്നു പോകുന്ന പോളൻ ഗ്രെയിൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷനെയൊക്കെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിൽ നിന്നൊക്കെ ഈ പോളൻ ഗ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ആരാണ്? ഈ ഒരു എക്സൈൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഔട്ടർ ലെയർ ആണ്, എക്സൈൻ ആണ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഈ എക്സൈൻ എങ്ങനെയാണ് ഈ ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ സ്പോറോപോളിനിൻ. സ്പോറോപോളിനിൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്പോറോപോളിനിൻ നല്ല കട്ടിയുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ പെട്ടെന്നൊന്നും ഒരു ചൂട് കൂടുകയോ മഴ പെയ്യുകയോ അല്ലെങ്കിൽ തണുപ്പാവുകയോ ചെയ്താലൊന്നും ഈ സ്പോറോപോളിനിന് ഒരു കേടുപാടുകളൊന്നും സംഭവിക്കില്ല. സ്പോറോപോളിനിൻ നല്ല കട്ടയ്ക്ക് പോളൻ ഗ്രെയിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിൽ നിന്നൊക്കെ പോളൻ ഗ്രെയിനെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ സ്പോറോപോളിനിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ സ്പോറോപോളിനിൻ ഇല്ലാത്തൊരു ഭാഗമുണ്ട്. ഈ ഒരു പോളൻ ഗ്രെയിനിൽ സ്പോറോപോളിനിൻ ആബ്സെൻ്റ് ആണ്. സ്പോറോപോളിനിൻ ഇല്ലാത്തൊരു ഭാഗമുണ്ട്. ആ ഇല്ലാത്ത ഭാഗമാണ് ജേംപോർ എന്ന് പറഞ്ഞാൽ സ്പോറോപോളിൻ ആബ്സെൻ്റ് ആയിരിക്കുന്ന സ്ഥലം, സ്പോറോപോളിനിൻ്റെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലം. ഔട്ടർ കവർ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞല്ലോ സ്പോറോപോളിൻ ഉണ്ടെന്ന്. പക്ഷേ ഈ ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ അവിടെ സ്പോറോപോളിനിൻ്റെ പ്രസൻസ് ആബ്സെൻ്റ് ആയിരിക്കും. ആ ആബ്സെൻ്റ് ആയിരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ജേംപോർ എന്ന് വിളിക്കുന്നത്. ജേംപോർ, GERMPORE. അപ്പം ജേംപോർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്പോറോപോളിനിൻ ആബ്സെൻ്റ് ആയിരിക്കുന്ന എക്സൈൻ്റെ ഒരു സ്ഥലമാണ് ജേംപോർ. അപ്പോൾ എന്തായിരിക്കും ഈ ജേംപോർ ചെയ്യുന്നത്? ജേംപോർ ഇപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് നമ്മൾ കാറ്റത്തൊക്കെ പറന്നു വന്നു, അല്ലെങ്കിൽ അല്ലാണ്ട് നേച്ചറായിട്ട് തന്നെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുക അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ ജേംപോർ വഴിയിട്ടാണ് ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലിരിക്കുന്ന
സെൽസ് എല്ലാം എന്ത് ചെയ്യുന്നത്, പുറത്ത് വരുന്നത്. പോളൻ ഗ്രെയിൻസ് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഇങ്ങനെ സ്പോറോപോളിൻ ഹാർഡായിട്ട് ഇങ്ങനെ കവർ ചെയ്തിരുന്നാൽ ഇതിനകത്തുള്ള സബ്സ്റ്റൻസ് ഒന്നും പുറത്തേക്ക് പോയില്ല അല്ലേ. അപ്പോൾ ആ ഒരു പുറത്തേക്ക് പോകാനായിട്ട് നേച്ചർ തന്നെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു സാധനം, ഒരു പോളൻ ഗ്രെയിനിന് കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ് ജാംപോർ. ജാംപോർ വഴിയിട്ടാണ് ഇതിനകത്തുള്ള സബ്സ്റ്റൻസ് എല്ലാം മൂവ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റത്തെ ലെയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റൈൻ ആണ്. ഇൻറ്റൈനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, ഇൻറ്റൈന് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. സെല്ലുലോസും പെക്റ്റിൻ എന്ന് പറഞ്ഞ 2 സബ്സ്റ്റൻസ് കൊണ്ടിട്ടാണ് ഇൻറ്റൈൻ മെയ്ഡ് ചെയ്തിരിക്കുന്നത്, സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അപ്പോൾ സെല്ലുലോസും പെക്റ്റിനും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പോളൻ ഗ്രെയിൻസിന്റെ ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഇൻറ്റൈൻ ആണ് അല്ലേ. ഇൻറ്റൈൻ ആണ് സെല്ലുലോസും പെക്റ്റിനും കൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പോറോപോളിൻ എന്ന മെറ്റീരിയൽ കൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്ന ലെയർ ഏതാണ്, എക്സൈൻ ആണ് അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങളും മറന്നു പോകരുത്. ഇനി നമുക്ക് പോളൻ ഗ്രെയിൻസ് മെച്ചുവർ ആവുന്ന സംഭവം നോക്കാം അല്ലേ. പോളൻ ഗ്രെയിൻസ് മെച്ചുവർ ആകുമ്പോഴേ ആ ഒരു ഫ്ലവറിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ, ആ ഒരു സ്റ്റേമിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ പോളൻ ഗ്രെയിൻസ് മെച്ചുവർ ആവുന്ന സമയത്ത് ഇതിൽ 2 സെൽസ് നമുക്ക് കാണാൻ പറ്റും. 2 രീതിയിലുള്ള സെൽസ് ഇവിടെ പ്രസന്റ് ആയിരിക്കും. ആ 2 സെല്ലാണ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും 2 സെല്ലുകളാണ്, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ല്. പോളൻ ഗ്രെയിൻസിൽ പ്രസന്റ് ആയിരിക്കുന്ന 2 സെല്ലുകൾ. വെജിറ്റേറ്റീവ് സെൽ എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ സെല്ലാണ് വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫുഡ് മെറ്റീരിയൽസ് എല്ലാം നമ്മളുടെ ആവശ്യത്തിന്, ആ ഒരു പോളൻ ഗ്രെയിൻസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ആണ് വെജിറ്റേറ്റീവ് സെല്ല്. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ല് എന്താണ്, മറ്റേ സെല്ലിനെ വെച്ച് നോക്കുമ്പം കുറച്ച് വലുതായിരിക്കണം അല്ലേ, ആവശ്യത്തിന് ഫുഡൊക്കെ കിട്ടണ്ടേ. ഇനി പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വന്നിട്ട് കുറേ സമയം കഴിഞ്ഞ്, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് പൊടിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അതുവരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള, അതുവരെ നിലനിൽക്കാനുള്ള ഫുഡെല്ലാം എവിടെ സ്റ്റോർ ആയിരിക്കും, വെജിറ്റേറ്റീവ് സെല്ലിൽ സ്റ്റോർ ആയിരിക്കും. വെജിറ്റേറ്റീവ് സെല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സെല്ലാണ്, പോളൻ ഗ്രെയിനിൻ്റെ ഏറ്റവും വലിയ സെല്ലാണ്. അവിടെ എന്ത് പ്രസന്റ് ആയിട്ടുണ്ട്, ഫുഡ് പ്രസന്റ് ആയിരിക്കും. പോളൻ ഗ്രെയിൻ ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രസന്റ് ആയിട്ടുള്ള സെല്ലാണ് വെജിറ്റേറ്റീവ് സെൽ. രണ്ടാമത്തെ സെൽ എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് സെല്ലാണ്. വെജിറ്റേറ്റീവ് സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ ജനറേറ്റീവ് സെല്ല് കുറച്ച് ചെറുതാണ്. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് ഈ ഒരു ജനറേറ്റീവ് സെല്ല് കിടക്കുന്നത്. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഈ ഏറ്റവും വലിയ സെല്ലിൻ്റെ സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ എന്താണ്, സെല്ലിൻ്റെ അകത്തുള്ള ഈ ഒരു കണ്ടന്റിനെയാണ്, ഇത്രയും കണ്ടന്റിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത്, അതായത് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന രീതിയിലാണ് ജനറേറ്റീവ് സെല്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതുമായിരിക്കും. അങ്ങനെ 2 സെല്ലാണ് നമുക്ക് പോളൻ ഗ്രെയിൻസിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളെ പറ്റിയിട്ടാണ്. പോളൻ ഗ്രെയിനും മൈക്രോസ്പൊറാഞ്ചും എല്ലാം വരുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്കിനി ഫീമെയിൽ കാര്യങ്ങൾ നോക്കാം. ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളെ പറ്റി നോക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത് പോയതാണ് പിസ്റ്റിൽ എന്നൊരു പേര്. എന്താണ് പിസ്റ്റിൽ? ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ പിസ്റ്റിൽ എന്ന് വിളിക്കുന്നത്. പിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അപ്പോൾ ഈ ഒരു പിസ്റ്റിലിൽ നമുക്ക് 2 പിസ്റ്റിലിനെ വെച്ച് തന്നെ, പിസ്റ്റിലിൻ്റെ എന്താണ്, പിസ്റ്റിലിൻ്റെ ആ ഒരു രൂപത്തെ വെച്ച് തന്നെ, പിസ്റ്റിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ച് നോക്കിയിട്ട് നമുക്ക് പ്ലാന്റ്സിനെ വീണ്ടും 2ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. പിസ്റ്റിലിൻ്റെ രീതിയിൽ 2ആയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോകാർപ്പസും രണ്ടാമത്തത് സിങ്കാർപ്പസും 2ആയിട്ട് പിസ്റ്റിലിനെ നമുക്ക് തിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പിസ്റ്റിലിനെ വെച്ച് നമ്മൾ വേർതിരിക്കുമ്പോൾ കാർപ്പസ് അല്ലെങ്കിൽ നോക്കൂ, പിസ്റ്റിലിനെ വെച്ച് തന്നെ നമുക്ക് 2 ടൈപ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ 2ൽ നമുക്ക് കാർപ്പസ് എന്നാണ് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിസ്റ്റിലിൻ്റെ ഭാഗങ്ങളാണ് കാർപ്പൽ, പിസ്റ്റിലിൻ്റെ ഭാഗമാണ് കാർപ്പൽ. പിസ്റ്റിലിനെ പറഞ്ഞ പേരാണ് കാർപ്പൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാർപ്പലിൽ നിന്ന്, പിസ്റ്റിലിൻ്റെ ഭാഗമായതുകൊണ്ട് ആ ഒരു കാർപ്പലിൽ നിന്നാണ് എന്ത് വന്നത്, ആ ഒരു കാർപ്പൽ എന്ന് പറയുന്ന പിസ്റ്റിലിൻ്റെ വേറൊരു പേര്, അതിൽ നിന്നാണ് നമുക്ക് എന്ത് വന്നത്, സിങ്കാർപ്പസും അപ്പോകാർപ്പസും വന്നത്. സിങ്കാർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റിലല്ല, മോർ ദാൻ 1 പിസ്റ്റിലായിരിക്കും. സിങ്കാർപ്പസിൽ മോർ ദാൻ 1 പിസ്റ്റിലായിരിക്കും, പക്ഷേ എല്ലാം കൂടി ചേർന്ന് ഫ്യൂസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് എക്സാമ്പിൾ സൊളാനം പെപ്പാവറാണ്. അതായത് മുളകില്ല, നമ്മളുടെ മുളകാണ് അതിന് എക്സാമ്പിൾ വരുന്നത്. അതിൽ എന്താണ്,
പിസ്റ്റലുകളെല്ലാം ഒരുപാട് പിസ്റ്റലുകൾ കാണും. പിസ്റ്റലുകളെല്ലാം കൂടി ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സിങ്ക് കാർപ്പസ് എന്ന് പറയുന്നത്. അതായത് സിങ്ക് ആയിട്ട് എന്ന് പറയുമ്പോൾ ഒരുമിച്ചിരിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ സിങ്ക് കാർപ്പസ് എന്ന് പറഞ്ഞാൽ പിസ്റ്റലുകളെല്ലാം ഫ്യൂസ് ചെയ്ത് ഒന്നായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തത് അപ്പോകാർപ്പസ് ആണ്. അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൽസ് എല്ലാം ഫ്രീ ആയിരിക്കും, ഓരോന്നായിട്ട് ഫ്രീ ആയിട്ടായിരിക്കും അപ്പോകാർപ്പസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഗർ നോക്കുകയാണെങ്കിൽ എന്താണ് സിങ്ക് കാർപ്പസ് അവിടെ കൊടുത്തേക്കുന്നുണ്ടോ, എല്ലാം കൂടി സിങ്ക് ചെയ്ത് ഒരെണ്ണമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതേ സമയത്ത് അപ്പോകാർപ്പസിന്റെ ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോന്നും സിംഗിളായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് രണ്ട് തരത്തിൽ നമ്മൾ പിസ്റ്റൽസിന്റെ അറേഞ്ച്മെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കാർപ്പലിന്റെ അറേഞ്ച്മെന്റ് വെച്ചിട്ട് രണ്ട് രീതിയിൽ സിങ്ക് കാർപ്പസും അപ്പോകാർപ്പസും. സിങ്ക് കാർപ്പസ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൽസ് ഒന്നിൽ കൂടുതൽ പിസ്റ്റൽ കാണും, പക്ഷെ എല്ലാം ഫ്യൂസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ ഓരോ പിസ്റ്റലും ഫ്രീ ആയിട്ട് ഇരിക്കും. അതിന് എക്സാമ്പിൾ റോസ് ആണ്. നമ്മൾ റോസാപ്പൂ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പൂമ്പൊടി നമുക്കിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഓരോന്നായിട്ട് കിട്ടില്ലേ, അതിനെയാണ് നമ്മൾ അപ്പോകാർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിസ്റ്റലിന്റെ ഭാഗങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് പിസ്റ്റലിന്റെ ഭാഗം എന്ന് നോക്കാം. അതിൽ ഫിഗർ നോക്കുവാണെങ്കിൽ പിസ്റ്റലിന് മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഏറ്റവും മുകളിലത്തെ ഭാഗം സ്റ്റിഗ്മ, രണ്ടാമത്തത് സ്റ്റൈല്, മൂന്നാമത്തത് ഓവറിയാണ്. ഓവറിക്കുള്ളിലാണ് ഒവ്യൂള് കാണുന്നത്. അപ്പോൾ നമ്മൾ ഓവറി മാത്രം നമുക്ക് പിസ്റ്റലിന്റെ ഭാഗമായിട്ട് പഠിക്കാം. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറി. ഇനി സ്റ്റിഗ്മ എന്താണെന്ന് നോക്കിയാൽ ഇവിടെ നമുക്കൊരു വായ പോലെ ഒരു ഓപ്പണിംഗ് പോലെ ആയിരിക്കും സ്റ്റിഗ്മ ഇരിക്കുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ പറന്ന് വരുമ്പോൾ ഈ സ്റ്റിഗ്മയ്ക്കുള്ളിലായിരിക്കും വീഴുന്നത്. സ്റ്റിഗ്മയുടെ ഈ ഒരു ടിപ്പിലായിരിക്കും പോളൻ ഗ്രെയിൻസ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിഗ്മ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ്. വരുന്ന പോളൻ ഗ്രെയിൻസിനെ അകത്തേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്ന ജോലിയാണ് സ്റ്റിഗ്മ ചെയ്യുന്നത്. രണ്ടാമത്തത് സ്റ്റൈലാണ്. സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ലെൻഡർ പാർട്ടാണ്, ഒരു നീളമുള്ള ഒരു ഭാഗമാണ്. സ്റ്റിഗ്മയെയും ഓവറി ഏറ്റവും താഴെ ബേസിൽ കാണുന്ന ഭാഗമാണ് ഓവറി. ഈ ഒരു ഗ്ലോബുലാർ ആയിട്ട് ബേസിൽ കാണുന്ന ഭാഗമാണ് ഓവറി. അപ്പം ഈ ഒരു ഓവറിയെയും ഈ ഒരു സ്റ്റിഗ്മയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലോങ് സ്ലെൻഡർ ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ലോങ് സ്ലെൻഡർ ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പിസ്റ്റലിന്റെ 3 ഭാഗങ്ങൾ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇനി ഓവറിക്കുള്ളിലാണ് നമുക്ക് ഒവ്യൂള് പ്രസന്റ് ആയിരിക്കുന്നത്. ആ ഒരു ഒവ്യൂൾസിനെയാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു സ്ട്രക്ചർ വെച്ച് ഡിനോട്ട് ചെയ്തേക്കുന്ന ഒവ്യൂളിനെയാണ്. ഓവറിക്കുള്ളിലാണ് ഒവ്യൂള് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ പിസ്റ്റലിന്റെ ഭാഗമായിട്ട് പഠിക്കില്ല. കാരണം ഒവ്യൂൾസ് ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്, മെയിലും ഫീമെയിലും ഗ്യാമീറ്റ് ഒക്കെ ഫ്യൂസ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഒവ്യൂൾസ് പ്രസന്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഓവറി മാത്രം, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഈ 3 ഭാഗമാണ് പിസ്റ്റലിന്റെ പാർട്ടായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഫിഗർ ജസ്റ്റ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ്. ഈ ഫിഗർ നമ്മൾ എപ്പോഴും മനസ്സിലിങ്ങനെ ഒന്നിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു വേഗ ഐഡിയ നമുക്ക് കിട്ടും. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെയൊക്കെ ഒരു വീട്ടിലെ മൺകൂജ പോലെയല്ല ഇരിക്കുന്നത്. ഏറ്റവും മൺകൂജയ്ക്കാണെങ്കിലും ഏറ്റവും മുകളിൽ ഒരു വായ ഉണ്ടാവും അല്ലേ, ആ വായയിൽ നിന്നാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം ആ വായയിൽ ടച്ച് ചെയ്തിട്ടല്ലേ ഏറ്റവും ബേസിൽ ടച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ആ വായ മുതൽ ബേസ് വരെ എത്തിക്കുന്നതാണ് സ്റ്റൈൽ ചെയ്യുന്ന ഡ്യൂട്ടി. അതായത് കൂജയുടെ കാര്യമല്ല പറഞ്ഞത്. പിസ്റ്റലിലാണെങ്കിൽ ഈ ഒരു സ്റ്റിഗ്മയിൽ നിന്ന് ഓവറി വരെ എത്തിക്കുന്ന, സ്റ്റിഗ്മയിൽ വരുന്ന പോളൻ ഗ്രെയിൻസിനെ ഓവറി വരെ എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്, സ്റ്റൈൽ ചെയ്യുന്നത്. അങ്ങനെ 3 ഭാഗങ്ങളാണ് പിസ്റ്റലിനുള്ളത്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഈ 3 പേരുകൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ പിസ്റ്റലിന്റെ ഭാഗങ്ങളെല്ലാം കണ്ടു. നെക്സ്റ്റ് നമുക്ക് സ്റ്റൈലിന്റെ സ്വോളൻ പാർട്ടാണ് ഓവറി നമ്മൾ കണ്ടു അല്ലേ. ബേസിലെ സ്വോളൻ പാർട്ട് ഓഫ് സ്റ്റൈൽ ഈസ് കോൾഡ് ആസ് ഓവറി. ഇനി ഈ ഓവറി നമ്മൾ കാർപ്പൽ പറഞ്ഞല്ലോ, സിങ്ക് കാർപ്പസും അപ്പോകാർപ്പസും ഒക്കെ പറഞ്ഞല്ലോ. ഇനി ആ ഒരു കാർപ്പലിന്റെ ആ ഒരു ഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ഓവറി ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഓവറി ഒരു കാർപ്പൽ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒറ്റ കാർപ്പൽ കൊണ്ടിട്ടാണ്. അതായത് ഇങ്ങനെ ഒരു ഫിഗർ, ആ ഒരു എന്താണ് ഓവറി ഒറ്റ കാർപ്പലുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഒറ്റ കാർപ്പലിൽ ഇരിക്കുന്ന ഓവറി ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, മോണോ കാർപ്പിലറി എന്ന് വിളിക്കാം. മോണോ കാർപ്പിലറി എന്ന് വിളിക്കും. ഇത് ഒറ്റ ഇതായതുകൊണ്ട് നമ്മൾ ഇതിനെ മോണോ കാർപ്പിലറി എന്ന് വിളിക്കും. ഇനി അത് 2 കാർപ്പലി കൊണ്ട്, അതായത് ഓവറി 2 കാർപ്പലി കൊണ്ട് ഫോം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ബൈ കാർപ്പിലറി എന്ന് വിളിക്കും. 2 കാർപ്പൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ
രണ്ടായിട്ടിരിക്കും. 2 കാർപ്പല് കൊണ്ടിട്ട് ഉണ്ടാവുന്നതാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബൈ കാർപ്പലറി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബൈ കാർപ്പലറി എന്ന് വിളിക്കും. ഒറ്റ കാർപ്പലാണെങ്കിൽ മോണോ കാർപ്പലറി, 2 കാർപ്പൽ കൊണ്ട് മേഡ് ചെയ്തേക്കാണെങ്കിൽ ബൈ കാർപ്പലറി, ഇനി 2ൽ കൂടുതൽ കാർപ്പൽ കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി കാർപ്പലറി എന്ന് വിളിക്കും. അപ്പോൾ കാർപ്പൽസ് ഇരിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്ലാസിഫൈ ചെയ്തത്. 1 കാർപ്പലാണെങ്കിൽ മോണോ കാർപ്പലറി, 2 കാർപ്പലാണെങ്കിൽ ബൈ, മോണോ ബൈ, ഇനി അതിൽ കൂടുതലാണെങ്കിൽ മൾട്ടി. കാർപ്പൽസിൻ്റെ വെച്ചിട്ടാണ്. അപ്പോൾ കാർപ്പലറി ചേർക്കുമ്പോൾ നമുക്ക് കാർപ്പൽസ് എത്ര കാർപ്പലാണെന്ന്, എത്ര കാർപ്പൽ കൊണ്ടാണ് ആ ഒരു ഓവറി മേഡ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒവ്യൂളിനെ പറ്റിയിട്ടാണ്, അതായത് മെഗാസ്പൊറാഞ്ചിയം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞത് നമ്മൾ എന്താണ് മെയിലിനെയാണ് പറഞ്ഞത്. മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ മെയിലിനെയാണ്, മെയിൽ സ്പോർട്സിനെയാണ് നമ്മൾ മൈക്രോസ്പോർട്സ് എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഫീമെയിൽ സ്പോർട്സിൻ്റെ കാര്യം വരുമ്പോൾ ഫീമെയിൽ സ്പോർട്സിന് നമ്മൾ മെഗാസ്പോർട്സ് എന്ന് വിളിക്കും. അപ്പോൾ മെഗാസ്പോർട്സ് പ്രസൻ്റ് ആയിരിക്കുന്ന സ്ഥലം, മെഗാ എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പോൾ ഫീമെയിൽ ഗ്യാമീറ്റ് കുറച്ച് വലുതായിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് വലുതായിരിക്കും. അപ്പോൾ ആ വലുതിനെയാണ് നമ്മൾ മെഗാ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഗാസ്പോർസ് പ്രസൻ്റ് ആയിരിക്കുന്ന സ്ഥലമാണ് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പോർ പ്രസൻ്റ് ആയിരിക്കുന്ന സ്ഥലമാണ് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയത്തിന് നമ്മൾ ഒവ്യൂൾ എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളിലാണ് നമുക്ക് മെഗാസ്പോർട്സ് കാണാൻ പറ്റുന്നത്. ഇനി ഈ ഒരു ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്യൂണിക്കിൾ, ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ് ഫ്യൂണിക്കിൾ. ഈ ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ പ്ലാസെൻഡ. നമുക്ക് പ്ലാസെൻഡ അറിയാലോ. എന്താണ് പ്ലാസെൻഡ? എല്ലാ ജീവജാലങ്ങൾക്കും പ്ലാസെൻഡ ഉണ്ട് അല്ലേ. ഇപ്പം മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിലും മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പ്ലാസെൻഡ ഉണ്ട്. യൂട്രസിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ഫ്ലൂയിഡിനാണ് നമ്മൾ പ്ലസെൻഡ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫ്ലവറിൻ്റെ കാര്യം വരുമ്പോൾ ഫ്ലവറിൻ്റെ ഓവറിക്കുള്ളിൽ കാണുന്ന കുറച്ച് സ്വോളൻ ആയിട്ടുള്ള കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ടിഷ്യൂനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസെൻഡ എന്ന് വിളിക്കുന്നത്. ഓവറിക്കുള്ളിൽ കാണുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ പ്ലാസെൻഡ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാസെൻഡയ്ക്കുള്ളിൽ ഒവ്യൂള്, ഓവറിക്കുള്ളിലുള്ള ആ ഒരു ടിഷ്യൂ, പ്ലാസെൻഡയ്ക്കുള്ളിൽ ഒവ്യൂളിനെ കണക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓവറിക്കുള്ളിൽ പ്ലാസെൻഡയിൽ ഒവ്യൂളിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്നത്. ഫ്യൂണിക്കിൾ, ആ ഒരു വേർഡ് മറന്നു പോകരുത്. ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓവറിക്കുള്ളിൽ പ്ലസെൻഡയിൽ ഒവ്യൂളിനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന, ഒവ്യൂളിനെ ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് പിടിച്ച് നിർത്തിയേക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്നത്. ഫ്യൂണിക്കിൾ എന്ന വേർഡ് മറന്നു പോകരുത്. ക്വസ്റ്റ്യനിൽ ഫ്യൂണിക്കിൾ എന്താണെന്ന് കണ്ടാൽ ഫ്യൂണിക്കിൾ ഏത് ഭാഗവുമായിട്ട്, പ്ലാന്റിൻ്റെ ഏത് ഭാഗവുമായിട്ടാണ് ഫ്യൂണിക്കിൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ്? ഒവ്യൂളിനെ ഓവറിയുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന ആ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഫ്യൂണിക്കിള് ഒവ്യൂളുമായിട്ട് ആ ഒരു ബോഡി, ഒവ്യൂളിൻ്റെ ആ ഒരു ബോഡി ഫ്യൂണിക്കിളുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്യൂസ് ചെയ്യുക എന്ന് ചേർന്നിരിക്കുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെ നമ്മൾ ഹൈലം എന്ന് വിളിക്കും. ദ ബോഡി ഓഫ് ദ ഒവ്യൂൾ, ആ ഒവ്യൂളിൻ്റെ ബോഡിയെ ഫ്യൂണിക്കിളുമായിട്ട് ചേർത്ത് നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈലം എന്നൊരു വാക്കും നമ്മൾ മറന്നു പോകരുത്. HILUM, ഹൈലം. ഹൈലം എന്ന് കണ്ടാൽ ഹൈലം ഏത് പാർട്ടുമായിട്ട് ആണ് ഇരിക്കുന്നത് ചോദിച്ചാൽ ഹൈലം എവിടെയാണ്? ഒവ്യൂളിലാണ് കാണാൻ പറ്റുന്നത്. ഒവ്യൂള് ഫ്യൂണിക്കിളുമായിട്ട് ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 വാക്കുകൾ നമ്മൾ പഠിച്ചു, ഫ്യൂണിക്കിളും ഹൈലവും. ഫ്യൂണിക്കിളും ഹൈലവും തമ്മിൽ എന്താണ് ബന്ധം? ഒവ്യൂള് ഫ്യൂണിക്കിളുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലം എന്ന് വിളിക്കുന്നത്. ഓവറിക്കുള്ളിൽ ഒവ്യൂളിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഭാഗങ്ങളാണ്, ഫ്യൂണിക്കിളും ഹൈലവും. ഇനി നമുക്ക് ഒവ്യൂളിനെ പറ്റി നോക്കാം. എന്താണ് ഒവ്യൂൾ? ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ ഓവറിക്കുള്ളിൽ കാണുന്ന ഒരു ഭാഗത്തിനാണ് ഒവ്യൂൾ എന്ന് പറയുന്നത്. ഈ ഒവ്യൂളിന് എന്തുണ്ട്? പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന എൻവലപ്പ് ഉണ്ട്, പൊതിഞ്ഞു വെച്ചേക്കുന്ന എൻവലപ്പ് ഉണ്ട്. ആ എൻവലപ്പിന്റെ പേരാണ് ഇൻഡഗുമെന്റ്സ്. എന്താണ്? ഇൻഡഗുമെന്റ്സ്. ഇൻഡഗുമെന്റ് എന്ന് കണ്ടാൽ എവിടെയൊക്കെയാണ് ഇൻഡഗുമെന്റ് പ്രസന്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡഗുമെന്റ്സ് എത്ര ഇൻഡഗുമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ലെയേഴ്സ് ഓഫ് ഇൻഡഗുമെന്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ആരെയാണെന്നൊക്കെ ചോദിച്ചാൽ എവിടെയാണ്?
ഒവ്യൂളിലാണ് നമുക്ക് ഇൻഡഗുമെന്റ് കാണാൻ പറ്റുന്നത്. ഇൻഡഗുമെന്റിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ ഒവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ കൊടുത്തേക്കുന്ന ഈ ഒരു ലെയർ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്താണ്, ഈ കാണുന്ന ഈ ഒരു ലെയേഴ്സിനെയൊക്കെയാണ് നമ്മൾ ഇൻഡഗുമെന്റ് എന്ന് വിളിക്കുന്നത്. ഒവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ലെയേഴ്സ് ആണ് ഇൻഡഗുമെന്റ്. ഇനി ഇൻഡഗുമെന്റ് മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുമ്പോൾ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇൻഡഗുമെന്റ് കവർ ചെയ്യുന്നില്ല, ഒരു ഭാഗം വിട്ടിട്ടാണ് ബാക്കിയുള്ള ഭാഗത്തിനാണ് ഇൻഡഗുമെന്റ് കവർ ചെയ്യുന്നത്. ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. കണ്ടോ ഇവിടെ മൈക്രോപൈൽ എന്ന് വെച്ചാൽ ഇൻഡഗുമെന്റ് ഇല്ലാത്തൊരു ഭാഗം. ഇവിടെ ഒരു ഇൻഡഗുമെന്റിന്റെ പ്രസൻസ് ഇല്ല, ഇൻഡഗുമെന്റ് ഇല്ലാത്ത ഈ ഒരു ഭാഗമാണ് മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൻഡഗുമെന്റ്സ് ഒവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഇൻഡഗുമെന്റ് ഇല്ലാത്ത ആ ഒരു ടോപ്പ് പോർഷനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. മൈക്രോപൈൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 4 പാർട്ടിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റി. ഏതൊക്കെയാണ് ആ 4 പാർട്ട്? ഒന്ന് ഫ്യൂണിക്കിൾ, രണ്ടാമത്തത് ഹൈലം, മൂന്നാമത്തത് ഇൻഡഗുമെന്റ്, നാലാമത്തത് മൈക്രോപൈൽ. ഈ 4ഉം തമ്മിൽ എന്താണ് ബന്ധം? ഫ്യൂണിക്കിളിന്റെ ഡ്യൂട്ടി എന്താണ്? ഓവറിക്കുള്ളിലെ ഒവ്യൂളിനെ പ്ലാസന്റയുമായിട്ട് കണക്ട് ചെയ്ത് വച്ചേക്കുന്ന ആ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓവറിക്കുള്ളിൽ ഒവ്യൂളിനെ നിലനിർത്താൻ സാധിക്കുന്നത് ആരുള്ളത് കൊണ്ടാണ്? ഫ്യൂണിക്കിൾ ഉള്ളത് കൊണ്ടാണ്. രണ്ടാമത്തത് ഹൈലമാണ്. ഹൈലം എന്താണ്? ഈ ഒവ്യൂളിന്റെ ബോഡി ഫ്യൂണിക്കിളുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്, ഫ്യൂണിക്കിളുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. ആ ചേർന്നിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ഹൈലം എന്ന് വിളിച്ചത്. ഇനി ഇൻഡഗുമെന്റ് എന്ന് പറഞ്ഞ ആൾ എന്താണ് ചെയ്യുന്നത്? ആ ഒവ്യൂളിനെ മുഴുവനായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ജോലിയാണ് ഇൻഡഗുമെന്റിനുള്ളത്. ഇനി ഇൻഡഗുമെന്റ് ഇല്ലാത്തൊരു പോർഷനുണ്ട്, ആ ഒരു പോർഷനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് മെഗാസ്പൊറാഞ്ചിയം വരെ നമ്മൾ കണ്ടു അല്ലേ? ഫ്ലവറിന്റെ പാർട്സ് പഠിച്ച് നമ്മൾ മെഗാസ്പൊറാഞ്ചിയം വരെ കണ്ടു. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ടും അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ? ഫ്ലവറിന്റെ, ഒരു പൂവിന്റെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ 4 ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ഫ്ലവർ, റൂട്ട്, ലീഫ് ആൻഡ് സ്റ്റെം. 4 ഓപ്ഷൻസ് ഉണ്ട്: ഫ്ലവർ, റൂട്ട്, ലീഫ്, സ്റ്റെം. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ആൻസർ. ഫ്ലവർ ആണ് ഒരു പ്ലാന്റിന്റെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് പോളൻ കണ്ടെയ്ൻ ഓർഗൻ ഓഫ് എ ഫ്ലവർ? പോളൻ ഗ്രെയിൻ ഇരിക്കുന്ന ഫ്ലവറിന്റെ ഓർഗൻ ഏതാന്നാണ് ക്വസ്റ്റ്യൻ. പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ട എന്താണ്? അതൊരു മെയിൽ ഗ്യാമീറ്റ് ആണ്. പോളൻ ഗ്രെയിൻ മെയിൽ ഗ്യാമീറ്റ് ആണ്. ആ മെയിൽ ഗ്യാമീറ്റ് പ്രസന്റ് ആയിരിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ എന്താണ്? ആൻഡർ ആണ്. ആൻഡർ മനസ്സിലായല്ലോ? മെയിലാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ടതാണ് പോളൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മെയിലാണ്. അപ്പോൾ മെയിൽ ഗ്യാമീറ്റ് ഇരിക്കുന്ന ഭാഗം ആൻഡർ ആണ്. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ ഇൻ മൈക്രോസ്പൊറാഞ്ചിയം നറിഷസ് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ? അപ്പോൾ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ ഉണ്ടായി വരുമ്പോൾ അതിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നത് ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ നിന്നാണ് പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയർ ആയിട്ടുള്ള ടപ്പീറ്റമാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിനിന് വേണ്ട നറിഷ്മെന്റ്സ് എല്ലാം കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ടർമോസ്റ്റ് വേൾ ഓഫ് എ ഫ്ലവർ ഈസ് കോൾഡ് ആസ്? ഏറ്റവും പുറമേ കാണുന്ന ഫ്ലവറിന്റെ വേളിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പോൾ ഒരു ഫ്ലവറിന്റെ വേൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഒരു ഫ്ലവറിന്റെ പടം കൊണ്ടുവരിക. ഏറ്റവും പുറമേ കാണുന്ന കപ്പ് ലൈക്ക് സ്ട്രക്ചർ, കപ്പ് ലൈക്ക് ആയിട്ടുള്ള ലെയർ, കപ്പ് ലൈക്ക് ആയിട്ടുള്ള വേളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാലിക്സ് ആണ് ഫ്ലവറിന്റെ ഔട്ടർമോസ്റ്റ് വേൾ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, which part of flower is composed of carpel? കാർപ്പൽ ഇരിക്കുന്ന ഭാഗം ഏതാണ്? കാർപ്പൽ ഇരിക്കുന്ന ഫ്ലവറിന്റെ ഭാഗം ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താണ്? കാർപ്പൽ ഏത് ഭാഗമാണ്? ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് വരണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കാർപ്പൽ ഇരിക്കുന്ന ആ കാർപ്പലിന്റെ ആ ഒരു രൂപം വെച്ചിട്ട് നമ്മൾ ഓവറിയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ കാർപ്പൽ എന്താണ്? ഒരു ഫീമെയിൽ പാർട്ടാണ്. ഫീമെയിൽ പാർട്ട് എവിടെയാണ്? ഫീമെയിൽ പാർട്ട് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഗൈനീഷ്യം എന്നാണ് അല്ലേ? ഗൈനോ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണ്. അപ്പോൾ കാർപ്പൽ പ്രസന്റ് ആയിരിക്കുന്ന ഫ്ലവറിന്റെ ഭാഗം ഏതാണ്? ഗൈനീഷ്യമാണ്. അപ്പോൾ
ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ക്വസ്റ്റ്യനിലുള്ള വേർഡിന് നമ്മൾ സ്ട്രെസ് ചെയ്യുക, നമ്മൾ അതുമായിട്ട് എന്ത് പഠിച്ചു എന്ന് നോക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് കാണും, ആ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താണ്? ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? അപ്പോൾ ഓപ്ഷൻ നോക്കുക. ആന്തറുണ്ട്, പിസ്റ്റിലുണ്ട്, ഫിലമെന്റ് ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. 4 ഇതുണ്ട്. അപ്പോൾ അതിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ ആണ്. അതിൻ്റെ ഉത്തരം എന്താണ്? പിസ്റ്റിലാണ്. പിസ്റ്റിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി സ്വളൻ പാർട്ട് ഓഫ് സ്റ്റൈൽ. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ആലോചിക്കുക. സ്റ്റൈൽ നമ്മൾ എവിടെയാണ് പഠിച്ചത്? നമ്മൾ എന്താണ് ആ ഒരു സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി നമ്മൾ പിസ്റ്റിലിന്റെ ഭാഗത്തിൽ പഠിച്ചതാണ് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ ലോങ് സ്ലെൻഡർ പോർഷൻ ആണ്. ആ ലോങ് സ്ലെൻഡർ പോർഷന്റെ ഏറ്റവും ബേസിൽ കാണുന്ന സ്വളൻ പാർട്ട് എന്താണ്? ആ സ്വളൻ പാർട്ടിന്റെ പേര് ഓവറിയാണ്. ഓവറിയാണ് ആ സ്വളൻ പാർട്ടിന്റെ പേര്. അപ്പോൾ സ്വളൻ പാർട്ട് ഓഫ് സ്റ്റൈൽ ഈസ് കോൾഡ് ആസ് ഓവറി. നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് നോക്കേണ്ടത് വാട്ട് ഈസ് മൈക്രോസ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ മെയിലാണ്. മെയിൽ സ്പോർട്സിനെയാണ് മൈക്രോസ്പോർട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജെനസിസ് എന്ന് വെച്ചാൽ എന്താണ്? ജെനസിസ് എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൈക്രോസ്പോറോജെനസിസ്. അപ്പോൾ മൈക്രോസ്പോർ ജനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ആയിരിക്കണം മൈക്രോസ്പോറോജെനസിസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അപ്പം തന്നെ ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ നമുക്ക് മനസ്സിൽ വരണം. അപ്പോൾ formation of microspores from microspore mother cell is called as microsporogenesis. അപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് അതിൻ്റെ മദർ സെല്ലിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ പോളൻ ഗ്രെയിൻസ്? എന്താണ് പോളൻ ഗ്രെയിൻസ്? Pollen grains are gametophytes developed from microspores. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ടേം ഇവിടെ കണ്ടു, ഗ്യാമിറ്റോഫൈറ്റ്. എന്താണ് ഗ്യാമിറ്റോഫൈറ്റ്? ഗ്യാമീറ്റിനെയാണ്. അതായത് മെയിൽ ഗ്യാമീറ്റ് ആണ് പോളൻ ഗ്രെയിൻസ് എന്ന് അറിയാം അല്ലേ? അപ്പോൾ പോളൻ ഗ്രെയിൻസ് ആർ ഗ്യാമിറ്റോഫൈറ്റ് ഡെവലപ്ഡ് ഫ്രം മൈക്രോസ്പോർസ്. മൈക്രോസ്പോർസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ഗ്യാമീറ്റ്സ് ആണ് പോളൻ ഗ്രെയിൻസ്. 2 ലെയർ ഉണ്ട്. പുറമേ കാണുന്നത് എക്സൈൻ, പുറമേ കാണുന്ന ലെയർ എക്സൈൻ, അകത്ത് കാണുന്ന ലെയർ ഇൻറ്റൈൻ. അങ്ങനെ 2 ലെയർ ഉള്ള എക്സൈനും ഇൻറ്റൈനും ഉള്ള ഗ്യാമിറ്റോഫൈറ്റിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പോറോപോളിൻ? നമ്മൾ സ്പോറോപോളിൻ കണ്ടു അല്ലേ? എന്താണ് സ്പോറോപോളിൻ? എവിടെയാണ് സ്പോറോപോളിൻ കണ്ടത്? അതെ, പോളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈനിലാണ് നമ്മൾ സ്പോറോപോളിൻ കണ്ടത്. അപ്പോൾ സ്പോറോപോളിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്പോറോപോളിൻ ഈസ് വൺ ഓഫ് ദി ഹാർഡസ്റ്റ് ഓർഗാനിക് മെറ്റീരിയൽ വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദ എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ആണ് സ്പോറോപോളിൻ. ഈ സ്പോറോപോളിൻ എന്താണ് ചെയ്യുന്നത്? വലിയ ക്ലൈമറ്റിക് ചേഞ്ച് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ എന്താണ് സിവിയർ കണ്ടീഷൻസ് ഒക്കെ വന്നാൽ ആ പോളൻ ഗ്രെയിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു സ്പോറോപോളിൻ ചെയ്യുന്നത്. അപ്പോൾ ഹാർഡസ്റ്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ് സ്പോറോപോളിൻ എന്ന് മനസ്സിൽ കൊണ്ടുവരിക. സ്പോറോപോളിൻ എവിടെ കാണും എന്ന് ചോദിച്ചാൽ പോളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ വോൾ ആയിട്ടുള്ള എക്സൈനിലാണ് സ്പോറോപോളിൻ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സെൽസ് ഓഫ് എ മെച്വർ പോളൻ ഗ്രെയിൻസ്? പോളൻ ഗ്രെയിൻസിലുള്ള സെൽസ് ഏതൊക്കെയാണ്? ഒരു മെച്വർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ആയിട്ടിരിക്കുന്ന ഒരു മെച്വർ പോളൻ ഗ്രെയിനിൻ്റെ സെൽസ് ഏതൊക്കെയാണ്? 2 സെല്ലുണ്ടെന്ന് പഠിച്ചു. ഏറ്റവും വലിയ സെല്ലായിട്ട് വെജിറ്റേറ്റീവ് സെല്ലും സ്മോളർ സെല്ലായിട്ട് ജനറേറ്റീവ് സെല്ലും ഉണ്ട്. വെജിറ്റേറ്റീവ് സെല്ലിൽ എന്താണുള്ളത്? ഫുഡ് മെറ്റീരിയൽസ് ആണുള്ളത്. പോളൻ ഗ്രെയിൻസിന് വേണ്ട ഫുഡ് മെറ്റീരിയൽസ് എല്ലാം ഉള്ള സ്ഥലമാണ് വെജിറ്റേറ്റീവ് സെല്ലിലുള്ളത്. എന്നാൽ ജനറേറ്റീവ് സെൽ എന്താ ചെയ്യുക? വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ജനറേറ്റീവ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ 2 സെല്ലാണ് മെച്വർ പോളൻ ഗ്രെയിൻ ഉള്ളത്, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ഡിസ്ക്രൈബ് ദ മെയിൻ പാർട്സ് ഓഫ് പിസ്റ്റിൽ. പിസ്റ്റിലിൻ്റെ മെയിൻ പാർട്സ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ. പിസ്റ്റിലിന് 3 ഭാഗങ്ങളാണുള്ളത്. പിസ്റ്റിൽ എന്ന് പറയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. 3 ഭാഗമാണുള്ളത്. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും കൂടെ ചേർന്നാണ് ആരുണ്ടാവുന്നത്? പിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ സ്റ്റിഗ്മ എന്താണ് ചെയ്യുന്നത്?
പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യും. വരുന്ന പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? സ്റ്റിഗ്മയ്ക്കുള്ളത്. സ്റ്റൈൽ എന്താണ് ചെയ്യുന്നത്? ഓവറിയിലേക്ക്, ഏറ്റവും താഴെ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള സ്വളൻ പാർട്ടിലേക്ക്, ഓവറിയിലേക്ക് പോളൻ ഗ്രെയിൻസിനെ എത്തിക്കുക എന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? സ്റ്റൈൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ആൻ ഓവ്യൂൾ? വാട്ട് ഈസ് ആൻ ഓവ്യൂൾ? ഓവ്യൂൾ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓവ്യൂൾ ഇസ് ദ സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു പ്ലാസെൻഡ ഓഫ് ഓവറി. ഓവറിയുടെ പ്ലാസെൻഡയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓവ്യൂൾ എന്ന് വിളിക്കുന്നത്. അതിന് എന്തൊക്കെയുണ്ട്? ഒരു ഫ്യൂണിക്കിൾ ഉണ്ട്. ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്ലാസെൻഡയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റോക്കിനെയാണ് ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ഓവ്യൂളാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ആരായിട്ട് മാറുന്നത്? സീഡായിട്ട് മാറുന്നത്, വിത്തായിട്ട് മാറുന്നത്. അതാണ് ഓവ്യൂളിനെ പറ്റി പറയാനുള്ള. ഓവ്യൂൾ ഇസ് എ സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു പ്ലാസെൻഡ ടു ഓവറി. ഇറ്റ് ഹാവ് എ സ്റ്റോക്ക് കാൾഡ് ഫ്യൂണിക്കിൾ. ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്. ഓവ്യൂൾ ആണ് സീഡായിട്ട് മാറുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മെഗാസ്പോറോജെനസിസ്? എന്താണ് മെഗാസ്പോറോജെനസിസ്? മെഗാസ്പോറോജെനസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, മെഗാസ്പോറിന്റെ ജനസിസ്, ജനിക്കുക, മെഗാസ്പോർ ജനിക്കുക. അപ്പോൾ മെഗാസ്പോറോജെനസിസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ എന്താണ്? ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ്. മെഗാസ്പോർസിൻ്റെ ഫോർമേഷൻ എവിടെ നിന്നാണ്? മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന്. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെഗാസ്പോറോജെനസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെഗാസ്പോറോജെനസിസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം ദ മെഗാസ്പോർ മദർ സെൽ ഈസ് കോൾഡ് ആസ് മെഗാസ്പോറോജെനസിസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ മെഗാസ്പോറോജെനസിസ് വരെ ഉള്ള ആ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുക, പഠിച്ച വേർഡുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ ബൈഹാർട്ട് ചെയ്യുക. താങ്ക് യു.